ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, 2025 നോമ്പുകാലം ക്രൂശിതനോടൊപ്പമുള്ള യാത്രയെ നാം 20 ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ ചിന്താശകലം ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമായ സ്നേഹത്തെക്കുറിച്ചാണ്. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനം 13 അധ്യായം 1 വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ മനുഷ്യരുടെയോ ദേവദൂതന്മാരുടെയോ ഭാഷയിൽ സംസാരിച്ചാലും എന്നെ സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചെലുമ്പുന്ന കൈത്താളമോ ആയിരിക്കും. നമ്മുടെ നിത്യജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ദാനമായ സ്നേഹം അത്യന്താപേക്ഷിതമാണ്. ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ എല്ലാവരോടും നിരുപാധികം ക്ഷമിക്കാനും സ്നേഹിക്കാനും അതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് പ്രസംഗത്തിലൂടെയും ഉപമകളിലൂടെയും തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ നിരന്തരം പഠിപ്പിച്ചു. നാം ജീവിതത്തിൽ നേടിയിട്ടുള്ള വിദ്യാഭ്യാസമോ ഉന്നത വിജയങ്ങളോ സമ്പത്തോ ജീവിത ഐശ്വര്യമോ എന്തുമാകട്ടെ, എല്ലാം ദൈവത്തിൻ്റെ ദാനമായ സ്നേഹത്തിൽ നിന്നാണെന്ന് നാം നിരന്തരം ഓർക്കേണ്ടതാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഒരു ചെറു പുഞ്ചിരിയോടോ ഹൃദയസ്പർശിയ ഒരു വാക്കിൽ കൂടിയോ പ്രയാസം മനസ്സ് കൊടുത്ത് കേട്ട് അതിന് തക്ക ആശ്വാസം നൽകിയോ നമ്മളാവും വിധം സഹായത്തിൽ പങ്കുചേർന്നോ പ്രാർത്ഥന വഴിയോ ഒക്കെ ദൈവസ്നേഹം നമുക്ക് അവർക്ക് പകർന്നു നൽകാൻ കഴിയും. അതുപോലെ തന്നെ നമ്മോട് വഞ്ചന കാണിച്ചിട്ടുള്ള, ക്രൂരത ചെയ്തിട്ടുള്ള, തെറ്റ് കാണിച്ചിട്ടുള്ള എന്നിങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാകാം. ഇവരോടെല്ലാം സ്നേഹിക്കൂ എന്ന് പറഞ്ഞാൽ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകാം. എന്നാൽ ഈ വ്യക്തികളെയെല്ലാം ദൈവസന്നിധി സമർപ്പിക്കുകയും ഇവരെ ദൈവസ്നേഹം നിറയുവാനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ മദർ തെരേസ പറഞ്ഞ ഒരു മഹത്തായ കാര്യം ഇത്തരണത്തെ ഞാൻ ഓർക്കുന്നു. നമ്മൾ പലർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല, എന്നാൽ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ സാധിക്കും. വിശുദ്ധ മദർ തെരേസയ്ക്കും ഫാദർ ഡാമിയാനും പാവങ്ങളോട് നിരാലംബരെയും കുഷ്ഠരോഗികളെ തന്നിൽ ഒരുവനായി കാണാൻ കഴിഞ്ഞത് ഇവരിലെല്ലാം ക്രിസ്തുവിൻ്റെ പ്രതിരൂപം കാണാൻ കഴിഞ്ഞതിലാണ്. ക്രൂശിതനോടൊപ്പം ഈ വിശുദ്ധ നോമ്പിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദാനധർമ്മങ്ങളോടൊപ്പം വിദ്വേഷ സാർത്ഥത ഇവയെല്ലാം വെടിഞ്ഞ് പരസ്പര സഹോദര സ്നേഹത്തോടെ ദൈവസ്നേഹത്തിലേക്ക് ഒരു പടി കൂടി നമുക്ക് മുന്നേറാം. ഈ നോമ്പിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിച്ചു നോക്കാം: ഞാൻ ക്രോധത്തെ വെടിഞ്ഞ് കരുണയെ തിരഞ്ഞെടുക്കുമോ? സ്വാർത്ഥത വെടിഞ്ഞ് മനസ്സ് തുറന്നു കൊടുക്കുമോ? ദേഷ്യത്തിന് പകരം ക്ഷമയെ തിരഞ്ഞെടുക്കുമോ? നാം നമ്മുടെ സഹോദരന്മാരുമായി അനുരഞ്ജനപ്പെടുമ്പോഴും സ്നേഹിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഹൃദയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതുവഴി ക്രിസ്തുവിന് സാക്ഷികളായി തീരുകയും ചെയ്യുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനം 13 അധ്യായം സ്നേഹത്തെപ്പറ്റി ആഴമായി പറയുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. നമ്മുടെ പ്രവൃത്തികളെല്ലാം ആഴമായ ദൈവസ്നേഹത്തിൽ നിന്നായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൈവസ്നേഹത്തിലേക്ക് ഒരു പടി കൂടി മുന്നേറാം, മറുപടി നൽകാം, ഇന്നും എന്നും. ഇതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടായി.